പ്രൈസ് ദി ലോർഡ്. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ പൗലോസ് എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 24-ാം തിരുവചനം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു: യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനായ ക്രിസ്തുവിനെ നാം ഓരോരുത്തരും ധരിക്കണം. എനിക്കെന്റെ കർത്താവിനെ ഒന്ന് തൊഴണം എന്ന അതിയായ ദാഹം എപ്പോഴും ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ദാഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സമീപത്ത് തന്നെ നമ്മെ കാത്തിരിക്കുന്ന ദൈവത്തെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ആ ദൈവത്തെ നാം സ്പർശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അന്നു മുതൽ മാറ്റം സംഭവിക്കും. നാം ഒരു പുതിയ വ്യക്തിയായി മാറുകയും കെട്ടപ്പെട്ടിരിക്കുന്ന നമ്മുടെ കണ്ണുകൾ തുറക്കുകയും നമുക്ക് വിടുതൽ സംഭവിക്കുകയും ആന്തരികവും ശാരീരികവുമായി നാം ശുദ്ധിയുള്ളവരായി തീരുകയും ചെയ്യുന്നു. ദൈവം തൊട്ടപ്പോൾ തന്റെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ച ഒരു വ്യക്തിയെ ഉൽപ്പത്തി 32-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യാക്കോബ് 2 പ്രാവശ്യം ജ്യേഷ്ഠനായ ഏസാവിനെ ചതിച്ച് കടിഞ്ഞൂൽ അവകാശവും പിതാവായ ഇസഹാക്കിന്റെ അനുഗ്രഹവും തട്ടിയെടുത്തു. ജ്യേഷ്ഠനായ ഏസാവിനെ ഭയന്ന് അവൻ ഹാരാനിലേക്ക് ഒളിച്ചോടി. എന്നാൽ സമ്പത്തും ഭാര്യയും മക്കളും എല്ലാം ഉണ്ടായിട്ടും, എല്ലാ അനുഗ്രഹങ്ങളും അവൻ ഉണ്ടായിട്ടും അവൻ തന്റെ ഭയത്തിൽ നിന്ന് മുക്തി നേടാൻ ആയില്ല. ഇതാണ് ഒരു മനുഷ്യന്റെ പ്രത്യേകത. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത അവസ്ഥ. കാരണം മനുഷ്യൻ തന്റെ കുറവിൽ, തന്റെ ബലഹീനതയിൽ ഉത്കണ്ഠ ഉള്ളവനായിരിക്കും. വചനം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു: നിന്റെ ഉത്കണ്ഠകളെല്ലാം എന്നെ ഏൽപ്പിക്കുവിൻ, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. സ്നേഹമുള്ളവരെ, യാക്കോബ് തനിക്കുള്ളവയെല്ലാം യാബോക്ക് എന്ന കടവ് കടന്ന് പുഴയ്ക്ക് അക്കരെ കടത്തിവിട്ടുകൊണ്ട് ഇക്കരെ നിന്നുകൊണ്ട് സ്വയം ശൂന്യനായി ദൈവ തിരുമുമ്പിൽ പ്രാർത്ഥിച്ചു. സ്വയം ശൂന്യനായുള്ള അവന്റെ പ്രാർത്ഥന ദൈവം കേട്ട് ദൈവം അവനെ സ്പർശിച്ചു. ഉൽപ്പത്തി 32-ാം അധ്യായത്തിൽ കാണാം, യാക്കോബ് ദൈവവുമായി മൽപിടുത്തം നടത്തിയപ്പോൾ അവന്റെ തുട അരക്കെട്ടിൽ നിന്നും തെറ്റി. ദൈവം പറഞ്ഞു, നിന്റെ പേര് ഇനിമേൽ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നായിരിക്കും. അവിടെ ഒരു അത്ഭുതം നടന്നു. ദൈവം തൊട്ട യാക്കോബിന് നടത്തത്തിലും ജീവിതത്തിലും മാറ്റമുണ്ടായി. ഇന്ന് ദൈവത്തെ നാം തൊടുമ്പോൾ നമ്മുടെ ജീവിതത്തിലും മാറ്റമുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നടപ്പിൽ നമുക്ക് മാറ്റം സംഭവിക്കണം. നാം ശൂന്യനായി ദൈവ തിരുമുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ അനുഗ്രഹിക്കുവാനായി ദൈവം കടന്നു വരും. ഓർക്കുക, മനുഷ്യന്റെ ആശ്രയം കൈവിടുമ്പോൾ, അവന്റെ എല്ലാ വഴികളും അടയുമ്പോൾ ദൈവം അവനായി ഒരു വഴി തുറന്നു കൊടുക്കും. ഇസ്രായേൽ എന്നറിയപ്പെടുന്ന യാക്കോബിന്റെ മക്കളായ നമുക്ക് ഓരോരുത്തർക്കും രാജാതിരാജനായ കർത്താവായ യേശുവിനെ നിമിഷം സ്തുതിക്കാം. നമുക്ക് അവിടുത്തെ മഹത്വപ്പെടുത്താം. രാജാവിന്റെ പ്രൗഢിയോടല്ല, തീർത്തും വിനീതനായി കർത്താവായ യേശു ഇതാ നിന്നെ തേടി നിന്റെ പക്കലേക്ക് കടന്നു വരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷകനായി ദാവീദിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന കർത്താവായ യേശു നാം വിളിക്കുമ്പോൾ നമ്മിലേക്ക് കടന്നു വരും. ഇന്ന് നമ്മുടെ ആവശ്യങ്ങൾ എന്തായാലും ഒരു ശൂന്യനായ ദൈവത്തിരുമുമ്പിൽ അതെല്ലാം വിട്ടുകൊടുക്കുമ്പോൾ യാക്കോബിനെ അനുഗ്രഹിക്കുവാൻ കടന്നു വന്ന ദൈവം ഇന്ന് നമ്മെയും അനുഗ്രഹിക്കും. അതിനാൽ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനാപൂർവം നമുക്ക് കർത്താവിന് ഈ ഗാനം ആലപിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തി സ്തുതിക്കാം. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. ഹല്ലേലൂയ. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. വിനീതനായി യേശുനാഥൻ നിന്നെ തേടി അണഞ്ഞിടുന്നു. കരഘോഷമോടെ സ്തുതിച്ചിടുവിൻ. ഹല്ലേലൂയ. ഓർശ്ലേമിൻ രക്ഷകനായ യേശു, കരഘോഷമോടെ ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. പാപികൾക്ക് മോചനമായി, രോഗികൾക്ക് സൗഖ്യമായി, അന്ധന് കാഴ്ചയും ബധിരന് കേൾവിയുമായി, തളർന്ന ജീവിതങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനായി ഇതാ നമ്മുടെ പക്കലേക്ക് അവിടെ നിന്ന് കടന്നു വരുന്നു.
പാപിനി മറിയത്തെ പോലെ ഇന്ന് നമ്മുടെ പാപങ്ങൾ അവിടുത്തെ തിരുമുമ്പിലേറ്റ് പറഞ്ഞുകൊണ്ട് വെറും ശൂന്യനായി നാം പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ഇന്ന് നമുക്ക് ഉത്തരം നൽകും. നമുക്ക് വിശ്വാസത്തോടെ പാടാം. പാപിക്കും രോഗിക്കും സൗഖ്യവുമായി, അന്ധനും ബധിരനും മോചനമായി, തളർന്നു പോയ മനസ്സുകളിൽ പുതുത്ഥാനത്തിൻ ജീവനായി, പാപിനി മറിയത്തെ പോലെ നീ പാപങ്ങളെ ചൊല്ലിടുകയല്ലേ, ജീവൻ നിന്നിൽ ചൊരിഞ്ഞിടും കൺമണിയായി കാത്തിടും. ഹല്ലേലൂയ. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി തന്റെ ജീവൻ പോലും നമുക്കായി നൽകിയ ഒരു വലിയ ദൈവം കലുഷിതമായ നമ്മുടെ ഹൃദയങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകുവാനായി ആ കരുണാവാനായ കർത്താവ് നമ്മിലേക്ക് കടന്നു വരും. സക്കേവൂസിന്റെ കുറവുകൾ ഏറ്റെടുത്ത ദൈവം ആ കർത്താവായ യേശു ഇന്ന് നമ്മുടെ കുറവുകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കും, നമ്മുടെ ജീവിതത്തെ സമൃദ്ധമാക്കും. വിശ്വസിക്കുക, അവിടുന്ന് ഇന്ന് നമ്മെ അനുഗ്രഹിക്കും. പകർന്നിടാൻ ജീവൻ പോലും നൽകിടും, ഹൃദയങ്ങൾക്കു ശാന്തിയായി കരുണാമയൻ വന്നിടും. സക്കേവൂസിനെ പോലെ നീ ഈശോനാഥനിൽ ചേർന്നിടുകി, കുറവുകളെല്ലാം ഏറ്റെടുക്കും, ജീവിതം ശോഭനമാക്കി. ഇസ്രായേലേ സ്തുതിച്ചിടുക, ഹല്ലേലൂയ. രാജാധിരാജൻ എഴുന്നള്ളുന്നു. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. വിനീതനായി യേശുനാഥൻ നിന്നെ തേടി അണഞ്ഞിടുന്നു. കരഘോഷമോടെ സ്തുതിച്ചിടുവിൻ, ഹല്ലേലൂയ ഗീതി പാടിടുവേ. യാഗീതി പാടിടുവിൻ, ഓർശ്ലേമിൻ രക്ഷകനായവൻ, ദാവീദിൻ പുത്രനെ വാഴ്ത്തുവിൻ. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഇന്ന് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.